ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ടിഗ്വാനാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിന് ചെറിയൊരു ആക്സിഡന്റ് ആണ് ഇതിന് പറ്റിയുള്ളത്. പക്ഷെ ആ ചെറിയ ആക്സിഡന്റ് തന്നെ ഒരു 4 ജോയിനിങ് മെത്തേഡാണ് ഇതിൽ വരുന്നത്. കണ്ടില്ലേ, ആ ചെറിയ ആക്സിഡന്റ് ആണ് ഉള്ളത്. അപ്പൊ ഇതിന് ചെറിയൊരു പീസാണ് റീപ്ലേസ് ചെയ്യുക ഉള്ളതെങ്കിലും 4 ജോയിനിങ് മെത്തേഡാണ് ഇതിന് വരുന്നത്. സ്പോട്ടും റിവറ്റും സ്ക്രൂ ടൈപ്പ് പിന്നെ വെൽഡിങ്. ആദ്യം തന്നെ അതിൻ്റെ റബ്ബർ കോട്ടിങ്ങും കാര്യങ്ങളും സീലറും ഉള്ളത് മാറ്റി പാർട്സൊക്കെ റിമൂവ് ചെയ്തു. പാർട്സ് അധികം റിമൂവ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഫ്രണ്ടിലത്തെ പോർഷൻ ജസ്റ്റ് ഒന്ന് ചെരിച്ച് വെച്ചാൽ തന്നെ നമുക്ക് പീസ് മാറ്റാവുന്നുള്ളൂ. ബാക്കിയുള്ള പാർട്സുകൾ ഫ്രണ്ടിലത്തെ റേഡിയേറ്റർ പാനലൊക്കെ വരാനുണ്ട്. അത് കാരണം അത് അഴിച്ച് ഞാൻ ഇതാക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പാർട്സുകൾ മൊത്തം അഴിക്കാനായിട്ട് ജസ്റ്റ് ഹീറ്റ് ചെയ്യേണ്ടി വരും. കാരണം പാനൽ ബോണ്ടാണ് ഇതിന് ചുറ്റും അവരിട്ടിട്ടുള്ളത്. പാനൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ നിങ്ങളെങ്ങനെയെങ്കിലും റീപ്ലേസ് പാനൽ ചെയ്യുന്നുണ്ടെങ്കിൽ പാനൽ ബോണ്ട് മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. ഇത് കണ്ടില്ലേ, അത്രയും സ്ട്രോങ് ആണ് ആ കാര്യം. ഇത് ഫോക്സ് വാഗൻ്റെ പാനൽ ബോണ്ടാണ്. 3M ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതൊരു 40-40,000 രൂപയുടെ അടുത്തുണ്ട്. ഇൻഷുറൻസ് വർക്ക് ആയതുകൊണ്ട് പിന്നെ ഇൻഷുറൻസ് പേ ചെയ്തോളും. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യേണ്ട വിധം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജസ്റ്റ് ഫസ്റ്റ് സ്ക്വീസ് ചെയ്ത് പുറത്തേക്ക് ആക്കിയതിന് ശേഷം ബെയർ മെറ്റലിലാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. സാധാ അലുമിനിയത്തിൽ ഉപയോഗിക്കാൻ ഏറ്റവും നന്നായിട്ട് കവർ ചെയ്യേണ്ടി വരും. മെറ്റൽ ഭാഗത്ത് കവർ ചെയ്യുമ്പോൾ, കാരണം മെറ്റലുള്ള ഭാഗത്ത് ബെയർ മെറ്റലിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഫുള്ള് മെറ്റൽ കവറാക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഫ്യൂച്ചറിൽ ആ ഭാഗത്ത് പിന്നെ റസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവാണ്ടിരിക്കാനാണ് നമ്മൾ പിന്നെ ഇവിടെ ഇത് ഉപയോഗിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫോക്സ് വാഗൺ, ഔഡി അങ്ങനത്തുള്ള ഓതറൈസ്ഡ് ഡീലർ റിപ്പയറേഴ്സാണ് ഞങ്ങൾ. അപ്പോൾ അതുപോലെ യൂസ് ചെയ്യണം. ഒരു സ്പാച്ചിൽ ബ്രഷ് വെച്ചിട്ട് ഫുള്ള് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതുപോലെ ചെയ്യാൻ നോക്കുക പരമാവധി. പാനൽ വെച്ച് ജോയിൻ അല്ല, ക്ലാമ്പ് വെച്ച് ടൈറ്റ് ചെയ്തു. ഇപ്പോൾ ഒരു ജോയിനിങ് മെത്തേഡ് കാണിച്ചു തരാം. ഇതാണ് ഫസ്റ്റ് ജോയിനിങ് മെത്തേഡ്. കണ്ട ആ സ്ക്രൂ ചെയ്യുന്ന കണ്ടില്ലേ, അതാണ് ഫസ്റ്റ് ജോയിനിങ് മെത്തേഡ്. ഇതാണ് സെക്കൻഡ് ജോയിനിങ് മെത്തേഡ് എന്ന് പറയുന്നത്, സ്പോട്ട് വെൽഡിങ്. മെറ്റൽ ഭാഗത്താണ് നമ്മൾ സ്പോട്ട് വെൽഡിങ് ചെയ്യുന്നത്. ഇപ്പോൾ കുറേ നാളായി ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നിൻ്റെ മടിയാരനായിരുന്നു. ഇപ്പോൾ പരമാവധി ഞാൻ ഇതിൻ്റെ അടുത്ത് തന്നെ കുറച്ച് വീഡിയോസും കൂടി ഇടുന്നതാണ്. ഞാൻ ഒരു 2014 ഫോക്സ് വാഗൺ ഗോൾഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ടോട്ടൽ ലോസ്. അതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്, അത് രജിസ്റ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടിയുടെ വീഡിയോസും അടുത്ത് തന്നെ വരുന്നതാണ്. അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ട്. ഇതാണ് തേർഡ് ജോയിനിങ് മെത്തേഡ്, റിവറ്റ് അടിക്കുന്ന മെഷീനാണ്, റിവറ്റിംഗ് മെഷീനാണിത്. കൂടുതലും ഫോക്സ് വാഗന് വരാറില്ല റിവറ്റിങ് കാര്യങ്ങളൊക്കെ. റേഞ്ച് റോവർ, ലാൻഡ് റോവർ നമ്മൾ ചെയ്യുമ്പോഴാണ് വരാറുള്ളത്. അപ്പോൾ ഫോക്സ് വാഗൺ ഞാനിത് ആദ്യമായിട്ടാണ് റിവറ്റിങ് ചെയ്യുന്നത്. ലാൻഡ് റോവർ, റേഞ്ച് റോവറും ചെയ്യാറ്. ഫോക്സ് വാഗൻ ആദ്യമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് അലുമിനിയത്തിൻ്റെ പാനൽ. അങ്ങനെ കൂടുതൽ വരാറില്ല ഫോക്സ് വാഗൻ്റെ വണ്ടികൾക്ക്. പിന്നെ ഇതിൻ്റെ ഹോള് ചെറിയൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. കാരണം ഇതിന് ആദ്യം പാർട്സ് വന്നപ്പോൾ റിവറ്റും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വീണ്ടും ഓർഡർ നമ്മൾ അടിഭാഗത്തും കൂടി അപ്പോൾ റിവറ്റിങ് ചെയ്തു. ഇനി അടുത്ത 4ാമത്തെ ജോയിനിങ് മെത്തേഡാണ് കണ്ടിന്യൂസ് സ്റ്റാഗേർഡ് എന്നും പറയാം. സ്റ്റാഗേർഡ് വെൽഡിങ് മെത്തേഡാണ്. ചെറിയൊരു ഓവർലാപ്പ് വെൽഡിങ് ആണ് വരുന്നത്. കണ്ടിന്യൂസ് ആയിട്ടാണ്. അത് ഫുള്ളായിട്ട് കണ്ടിന്യൂസ് ഇല്ല, സ്റ്റാഗേർഡ് എന്നും പറയാം. അപ്പോൾ ആ വെൽഡിങ് ചെയ്യാണ്.
ഇതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് സ്റ്റാഗേർഡ് ആയിട്ടുള്ളത് സ്പോട്ട് റിവെറ്റ് കണ്ടില്ലേ. പിന്നെ അപ്പുറത്ത് വരുന്നതാണ് റിവെറ്റിങ് ചെയ്തേക്കുന്നത്. അതിൻ്റെ അടിയിൽ സൈഡിൽ കണ്ടില്ലേ, റൈറ്റ് സൈഡിലായിട്ട് സ്ക്രൂ ചെയ്ത് വെച്ചേക്കുന്നത്. അങ്ങനെ 4 ജോയിനിങ് മെത്തേഡ് കഴിഞ്ഞു. വണ്ടി ബോണറ്റിന് ചെറിയൊരു ഡെൻ്റ് ഉണ്ടായിരുന്നു, അലുമിനിയം തന്നെയാണ്, ചെറിയൊരു ഡെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് റിപ്പയർ ചെയ്തു, വണ്ടി ഉള്ളിലേക്ക് കയറ്റും. പിന്നെ പുതിയ ഗാർഡ്, പിന്നെ റേഡിയേറ്റർ പാനൽ വരാനുണ്ടായിരുന്നു. അങ്ങനെ പണി ലേശം ഇതായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്സും കാര്യങ്ങളും, പുതിയ വണ്ടിയായ കാരണം പാർട്സും കാര്യങ്ങളൊക്കെ വരാനായിട്ട് ലേറ്റ് ആയിരുന്നു. അപ്പോൾ റിപ്പയർ ചെയ്ത കാര്യം കൊടുത്തു. വണ്ടിയുടെ പാർട്സ് കുറേ നാളിന് ശേഷമാണ് വന്നത്. പക്ഷേ വണ്ടി ഫിറ്റ് ചെയ്ത് പോയി. ആ സമയത്ത് അർജൻറ്റായതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു.